ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബയോളജി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം എന്ന ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഒരു ഓർഗാനിസത്തിന്റെ ബർത്ത്, ഗ്രോത്ത്, ഡെത്ത് എന്ന 3 സൈക്ലിക്കൽ ആയിട്ടുള്ള പ്രോസസ് നടക്കുന്നത് തന്നെയാണ് ഈ ഹോൾ യൂണിവേഴ്സ് ഇങ്ങനെ കാലങ്ങളോളം കോൺസ്റ്റന്റ് ആയി നിലനിന്ന് പോകുന്നതിന്റെ ആധാരം. നമുക്ക് ഒരു ഓർഗാനിസം ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെയുള്ള അതിന്റെ കാലഘട്ടത്തെ നമ്മൾ ഒരു പേരിൽ വിളിച്ചു. അതാണ് അതിന്റെ ലൈഫ് സ്പാൻ. The period from birth to the natural death of an organism is represent its lifespan. അതിൽ നിന്നും ഓരോ ഓർഗാനിസത്തിനും ഡിഫറന്റ് ആയിട്ടുള്ള ലൈഫ് സ്പാൻ ആണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കുകയുണ്ടായി. ഒരു ഓർഗാനിസം അതിന്റെ ഗ്രോത്ത് പീരീഡും മെച്ചുറേഷൻ പീരീഡും അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് അതിന്റെ റീപ്രൊഡക്റ്റീവ് പീരീഡിലേക്ക് എൻ്റർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോ എന്താണ് റീപ്രൊഡക്ഷൻ? ഒരു മഹത്തായ പ്രോസസ്സാണ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോ ഈ ഭൂമിയുടെ നിലനിൽപ്പിനെ തന്നെ സ്വാധീനിക്കുന്ന പ്രോസസ്സായിട്ടുള്ള റീപ്രൊഡക്ഷനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കുകയുണ്ടായി. എന്താണ് റീപ്രൊഡക്ഷൻ? It is a biological process in which an organism gives birth to young one or offsprings similar to itself. ഒരു ഓർഗാനിസം അതിന്റെ കുഞ്ഞുങ്ങൾക്ക് ജനനം നൽകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ റീപ്രൊഡക്ഷൻ എന്ന് വിളിക്കുന്നത്. റീപ്രൊഡക്ഷൻ enable the continuity of species generation after generation. ഇപ്പോ ഈ യൂണിവേഴ്സിൽ ഓർഗാനിസത്തിന്റെ ജനറേഷൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നതിന്റെ പ്രധാന ആധാരം എന്ന് പറയുന്നത് റീപ്രൊഡക്ഷൻ ആണ്. നമ്മൾ റീപ്രൊഡക്ഷനെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുകയുണ്ടായി. എന്തിന്റെ ബേസിലാണ്? ബേസ്ഡ് ഓൺ ദ പാർട്ടിസിപ്പേഷൻ ഓഫ് 1 or 2 ഓർഗാനിസം. റീപ്രൊഡക്ഷൻ ആർ ഓഫ് 2 ടൈപ്പ്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്നുള്ളതാണ്. When offspring is produced by with or without the involvement of gamete formation is said to be asexual reproduction. അതായത് ഒരു ഓർഗാനിസം മാത്രം പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ഓസ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗ്യാമേറ്റിന്റെ പ്രൊഡക്ഷനിലൂടെയോ അല്ലെങ്കിൽ ഗ്യാമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യാത്ത മെത്തേഡിലൂടെയോ ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന്. എന്താണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ? When 2 parents are participate in the reproductive process, they are opposite sex and they produce male and female gamete, and the fusion of male and female gamete, they result zygote is. അതായത് 2 ഓർഗാനിസം പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും അവ ഓപ്പോസിറ്റ് സെക്സിലുള്ള ഓർഗാനിസം ആയിരിക്കുകയും അവ മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമേറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുകയും അതിന്റെ ഫ്യൂഷൻ വഴി സൈഗോട്ട് ഉണ്ടാവുകയും ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരുപാട് അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് മെത്തേഡുകളെ കുറിച്ച് പഠിക്കുകയുണ്ടായി. In asexual reproduction, only one parent is involved and the progenies are morphologically and genetically similar to that parent. This is called, നമ്മളൊരു പേരിൽ അറിയപ്പെട്ടു, അതിന്റെ പേരാണെന്ത്? ക്ലോൺസ്. അപ്പോ അസെക്ഷൽ റീപ്രൊഡക്ഷനിലൂടെ ഒരു ഓർഗാനിസം മാത്രം പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് മോർഫോളജിക്കലി ആൻഡ് ജനറ്റിക്കലി അതിന്റെ പാരന്റിനോളം സിമിലാരിറ്റി ഉള്ള ഓർഗാനിസത്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഓസ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്ലോൺസ് എന്ന് വിളിച്ചത്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഏത് തരം ഓർഗാനിസത്തിലാണ് നടക്കുന്നതെന്നാണ് പഠിക്കുന്നത്. നമുക്കറിയാം, സിംഗിൾ സെൽഡ് ഓർഗാനിസം ആൻഡ് ഓർഗാനിസം പ്ലാന്റ്സ് ആൻഡ് അനിമൽ വിത്ത് സിമ്പിൾ ഓർഗനൈസേഷൻ ഉള്ള ഓർഗാനിസത്തിലാണ് എന്ത് നടക്കുന്നത്? അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. മൊണീറ, പ്രൊട്ടിസ്റ്റ പോലുള്ള ഗ്രൂപ്പുകളിൽ അതിന്റെ ഹോൾ പാരന്റ് സെല്ല് 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുകയും ഓരോ സെല്ലും പുതിയ ഇൻഡിവിജ്വൽ ആയിട്ട് മാറുകയും ചെയ്യുന്നു. അപ്പം മൊണീറ, പ്രൊട്ടിസ്റ്റ പോലുള്ള ഈ ഗ്രൂപ്പുകളിൽ നടക്കുന്നത് ടൈപ്പ് ഓഫ് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ സെൽ ഡിവിഷൻ ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയുണ്ടായി. അതായത് അസെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിസത്തിൽ ഏത് ടൈപ്പ് സെൽ ഡിവിഷൻ ആണ് നടക്കുന്നതെന്ന്. നമ്മൾ അതിനെ
കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് അതിൽ നടക്കുന്നത് മൈറ്റോട്ടിക് ഡിവിഷൻ ആണ് നടക്കുന്നത്. ഇനി നമുക്കറിയാം അമീബ, പാരമീസിയം പോലുള്ള ഓർഗാനിസത്തിൽ അതിന്റെ ഹോൾ പാരന്റ് ബോഡി 2 ഈക്വൽ ഹാഫായിട്ട് ഡിവൈഡ് ചെയ്യുകയും ഓരോ പാർട്ടും പുതിയ ഓർഗാനിസമായി മാറുകയും ചെയ്യുന്നു. അങ്ങനെ 2 ഈക്വൽ ഹാഫായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് കൊണ്ട് ആ ടൈപ്പ് റീപ്രൊഡക്ഷനെ നമ്മൾ വിളിക്കുന്നത് ബൈനറി ഫിഷൻ എന്നാണ്. ഇതിൽ പാരമീസിയത്തിൽ നടക്കുന്നത് ട്രാൻസ്വേഴ്സ് ബൈനറി ഫിഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ്. ട്രാൻസ്വേഴ്സ് ബൈനറി ഫിഷൻ മീൻസ് ട്രാൻസ്വേഴ്സ് ആയിട്ട് സെല്ല് ഡിവൈഡ് ചെയ്യുക, അതായത് ടി ഷേപ്പിൽ സെല്ല് ഡിവൈഡ് ചെയ്യുന്നതിനാണ് ട്രാൻസ്വേഴ്സ് ഡിവിഷൻ എന്ന് പറയുന്നത്. പാരമീസിയത്തിൽ ട്രാൻസ്വേഴ്സ് ബൈനറി ഫിഷൻ ആണ് നടക്കുന്നത്. അതുപോലെ കഴിഞ്ഞ ക്ലാസ്സിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്, നമുക്കറിയാം അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നതിൽ ഒരൊറ്റ പാരന്റ് മാത്രം ഇൻവോൾവ് ആവുകയും അത് വിത്ത് ഓർ വിത്തൌട്ട് ദ ഇൻവോൾവ്മെന്റ് ഓഫ് ഗ്യാമേറ്റ് ഫോർമേഷൻ, ഗ്യാമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയോ പ്രൊഡ്യൂസ് ചെയ്യാതെയോ റീപ്രൊഡക്ഷൻ നടത്താറുണ്ട്. അപ്പോൾ ഒരു എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഗ്യാമേറ്റ് പ്രൊഡക്ഷനിലൂടെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തുന്ന ഓർഗാനിസത്തിന് എക്സാമ്പിൾ. അപ്പോൾ നമ്മൾ അതിന് ഏതാണ് ആൻസർ ആയിട്ട് കണ്ടെത്തിയത്? അമീബ എന്ന് പറയുന്ന ഓർഗാനിസത്തെയാണ്. എങ്ങനെയാണ് അമീബ എന്ന് പറയുന്ന ഓർഗാനിസത്തിൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്, അതായത് ഗ്യാമേറ്റ് ഫോർമേഷനിലൂടെ എങ്ങനെയാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നതെന്ന് അതിന് 2 പ്രോസസ്സുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ എൻസിസ്റ്റേഷൻ ആൻഡ് രണ്ടാമത്തേത് സ്പോറുലേഷൻ എന്ന് പറയുന്ന 2 പ്രോസസ്, എൻസിസ്റ്റേഷൻ ആൻഡ് സ്പോറുലേഷൻ. എന്താണ് എൻസിസ്റ്റേഷൻ? എൻസിസ്റ്റേഷൻ മീൻസ് ദ ഫോർമേഷൻ ഓഫ് സിസ്റ്റ് വാൾ. ഒരു സിസ്റ്റ് വാൾ ഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എൻസിസ്റ്റേഷൻ എന്ന് വിളിക്കുന്നത്. ഡ്യൂറിംഗ് അൺഫേവറബിൾ കണ്ടീഷൻ അമീബ withdraw its pseudopodia and form a three-layered outer wall or cyst itself. അതായത് അൺഫേവറബിൾ കണ്ടീഷൻ എത്തുന്ന സമയത്ത് അമീബ അതിന്റെ സ്യൂഡോപോഡിയ ഉള്ളിലേക്ക് വലിക്കുകയും അത് അതിന്റെ ബോഡിക്ക് വെളിയിലായിട്ട് 3 ലെയർ ഉള്ള ഒരു സിസ്റ്റ് വാൾ ഫോം ചെയ്യുകയും അങ്ങനെ അത് അൺഫേവറബിൾ കണ്ടീഷനെ ഓവർകം ചെയ്യുകയും ചെയ്യുന്നു. ദാറ്റ് ഈസ് എൻസിസ്റ്റേഷൻ. ഇനി എന്താണ് സ്പോറുലേഷൻ? When favorable condition may attain, the encysted amoeba divided by the multiple fission and produces many minute spores or pseudopodiospores, and the cyst wall break and spores liberate into outside medium and each spore develop into new organism. എപ്പോഴാണോ ഫേവറബിൾ കണ്ടീഷൻ എത്തുന്നത് അപ്പോഴേക്കും ഈ സിസ്റ്റിനകത്തുള്ള മൾട്ടിപ്പിൾ ഫിഷനിലൂടെ ഡിവൈഡ് ചെയ്യുകയും ഒരുപാട് സ്പോറുകൾ പ്രൊഡ്യൂസ് ചെയ്യുകയും ആ സ്പോറിനെയാണ് നമ്മൾ സ്യൂഡോസ്പോഡിയോസ്പോർ എന്ന് വിളിക്കുന്നത്. അത് ബ്രേക്കപ്പ് ആവുകയും സിസ്റ്റ് വാള് ബ്രേക്കായി ഫേവറബിൾ കണ്ടീഷൻ വരുമ്പോൾ ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള മീഡിയത്തിലേക്ക് ലിബറേറ്റ് ചെയ്യുകയും ഓരോ സ്പോറും പുതിയ ഓർഗാനിസം ആയി മാറുകയും ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് കാൾഡ് സ്പോറുലേഷൻ. അപ്പോൾ അമീബ എന്ന് പറയുന്ന ഓർഗാനിസത്തിൽ എൻസിസ്റ്റേഷൻ, സ്പോറുലേഷൻ എന്ന് പറയുന്ന 2 പ്രോസസ്സുകൾ നടക്കുന്നുണ്ട്. എൻസിസ്റ്റേഷൻ എപ്പോഴും അൺഫേവറബിൾ കണ്ടീഷനിലും സ്പോറുലേഷൻ എന്ന് പറയുന്നത് ഫേവറബിൾ കണ്ടീഷനിലുമാണ് നടക്കുന്നത്. ഇനി നമ്മൾ ചെറിയ ക്ലാസ് മുതലേ കേൾക്കുന്നതാണ് ഈസ്റ്റ് എന്ന് പറയുന്ന ഓർഗാനിസത്തിനെ കുറിച്ച്. ആ ഓർഗാനിസത്തിൽ നടക്കുന്ന ടൈപ്പ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ നമ്മൾ പഠിച്ചു. ഏതാണ്? ബഡ്ഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സാണ് നടക്കുന്നത്. എന്താണ് ബഡ്ഡിംഗ് എന്ന് പറയുന്നത്? The division is unequal and small buds are produced on the parent body, and initially they are stayed in the parent body and they are detached from parent body and they develop into new organism. അതായത് പാരന്റ് ബോഡിയിൽ ചെറിയ ബഡ്ഡിങ് ഉണ്ടാവുകയും ബഡ്സ് ഡെവലപ്പ് ചെയ്യുകയും അത് അൺഈക്വൽ ആയിട്ടുള്ള ബഡ്ഡുകളായിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന ബഡ്ഡുകൾ ആദ്യം പാരന്റ് ബോഡിയിൽ നിലനിൽക്കുകയും പിന്നെ ആ പാരന്റ് ബോഡിയിൽ നിന്ന് അത് ഡിറ്റാച്ച് ആവുകയും ആ ഓരോ ബഡും പുതിയ ഈസ്റ്റ് ഓർഗാനിസം ആയി മാറുകയും ചെയ്യുന്നു. ഇനി നമ്മുടെ ഈസ്റ്റിനെ പോലെ ബഡ്ഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്ന മറ്റൊരു ഓർഗാനിസമാണ് ഹൈഡ്ര എന്ന് പറയുന്നത്.
ഹൈഡ്ര എന്ന് പറയുന്ന ഓർഗാനിസത്തിലും ബഡ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഹിയർ ദ ബഡ്സ് ആർ ഡെവലപ്ഡ് ഫ്രം ദ ബേസൽ പാർട്ട് ഓഫ് ദ ബോഡി ആൻഡ് they are detached from the parent body, and when they reach to a suitable medium and develop into new hydra organism. അതായത് ഹൈഡ്രയിൽ സ്മാൾ ബഡുകൾ ഡെവലപ്പ് ചെയ്യുന്നത് പാരന്റ് ബോഡിയുടെ ബേസൽ റീജിയനിലാണ്. അവിടെ നിന്ന് ഇത് ഡിറ്റാച്ച് ആവുകയും പുതിയ ഓർഗാനിസം ആയി മാറുകയും ചെയ്യുന്നുണ്ട്. ഇനി ബഡിങ് കൂടാതെ ഹൈഡ്രയിൽ നടക്കുന്ന മറ്റൊരു അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് മെത്തേഡാണ് ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. എന്താണ് ഫ്രാഗ്മെന്റേഷൻ? ദ പാരന്റ് ബോഡി ഡിവൈഡഡ് ഇൻടു ഫ്രാഗ്മെന്റ്സ് ആൻഡ് ഈച്ച് ഫ്രാഗ്മെന്റ് ഡെവലപ്പ് ഇൻടു ന്യൂ ഓർഗാനിസം. പാരന്റ് ബോഡി ഡിഫറന്റ് ഫ്രാഗ്മെന്റുകളായിട്ട് ഡിവൈഡ് ചെയ്യുകയും ഓരോ ഫ്രാഗ്മെന്റും പുതിയ ഹൈഡ്ര ഓർഗാനിസം ആയി മാറുകയും ചെയ്യുന്നുണ്ട്. അടുത്ത ഒരു അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് മെത്തേഡാണ് നമ്മൾ ക്ലാമിഡോമോണാസ് എന്ന് പറയുന്ന ഓർഗാനിസത്തിൽ പഠിച്ചത്. ആ ക്ലാമിഡോമോണാസിലെ അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് മെത്തേഡിനെ നമ്മൾ സൂസ്പോർസ് എന്നാണ് വിളിച്ചത്. എന്താണ് ഒരു സൂസ്പോർ? ദീസ് ആർ മൈക്രോസ്കോപ്പിക് മോട്ടൈൽ സ്പോർസ്. മൈക്രോസ്കോപ്പിക് സ്പോർസ് ആണ്. ദേ ആർ മോട്ടൈൽ. അതിന് മൂവ്മെന്റിനുള്ള കപ്പാസിറ്റി ഉള്ള സ്പോറുകളാണ് അസെക്ഷലി ക്ലാമിഡോമോണാസ് പോലുള്ള ഓർഗാനിസം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ഈ സൂസ്പോർ എന്ന് പറയുന്നത് എൻഡോജീനസ് ആയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ഓർഗാനിസത്തിന്റെ ബോഡിയുടെ ഉള്ളിലായിട്ടാണ് ഈ സ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന മെത്തേഡ് എന്ന് പറയുന്നത് സ്പോഞ്ചസിന്റെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. സ്പോഞ്ചസിൽ അസെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് ജെമ്യൂൾസ് എന്ന് പറയുന്ന സ്ട്രക്ചർ ഉപയോഗിച്ചുകൊണ്ടാണ്. എന്താണ് ജെമ്യൂൾസ്? ദീസ് ആർ പ്രൊഡ്യൂസ്ഡ് എൻഡോജീനസ്ലി ആൻഡ് ജെമ്യൂൾസ് ആർ സെൽ മാസസ് ഓർ ബഡ്സ്. സെൽ ബഡുകളെന്നോ സെൽ മാസുകളെന്നോ വിളിക്കുന്ന എൻഡോജീനസ്ലി പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ട്രക്ചറുകളെയാണ് നമ്മൾ ജെമ്യൂൾസ് എന്ന് വിളിക്കുന്നത്. അടുത്തതായിട്ട് പെനിസിലിയം എന്ന് പറയുന്ന ഓർഗാനിസത്തിന്റെ അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് മെത്തേഡാണ്. പെനിസിലിയത്തിൽ കൊണീഡിയ എന്ന് പറയുന്ന സ്ട്രക്ചറാണ് ഉപയോഗിക്കുന്നത്. എന്താണ് കൊണീഡിയ? ദീസ് ആർ എക്സോസ്പോർസ് ആൻഡ് ദ സ്പോർസ് ആർ പ്രൊഡ്യൂസ്ഡ് ഔട്ട്സൈഡ്. ഇതിന്റെ സ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഔട്ട്സൈഡ് ആയിട്ടാണ് ഇതിന്റെ സ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. And these spores are chain-like manner and they are produced on conidiophore. Conidiophore എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിലാണ് ഈ കൊണീഡിയ എന്ന് പറയുന്ന ചെയിനോസ്പോർസ് എക്സോജീനസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചത് സ്മാൾ ഓർഗാനിസത്തിന്റെ അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് മെത്തേഡിനെ കുറിച്ചാണ്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ പ്ലാന്റിന്റെ അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് മെത്തേഡുകളെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ വീണ്ടും കണ്ടുമുട്ടുന്നത് വരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.